നമസ്കാരം. അവിശ്വസനീയമാം വിധമുള്ള വളർച്ചയുടെയും വീഴ്ചകളുടെയും നിരവധി കഥകൾ പങ്കിടാനുണ്ട് സിനിമാ വ്യവസായത്തിന്. ദശാബ്ദങ്ങളോളം വെള്ളിത്തിരയെ കൈയടക്കി വെച്ച അധികാരിയുടെ വിജയഗാഥകളെ പോലെ തന്നെ ഉയരങ്ങളിൽ നിന്നും നിലംപതിച്ച് ആരും അറിയാതെ മരണത്തെ പുലുകിയ ഭാഗ്യദോഷികളും വെള്ളിത്തിരയുടെ ഭാഗമാണ്. ദുരന്ത പര്യായ അവസാനിയായ സിനിമാ കഥകളെ ഓർമ്മിപ്പിക്കും വിധം ജീവിച്ചു മരിച്ച ഒരു സുന്ദരിയുടെ കഥയുണ്ട് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ. 1943 പഞ്ചാബിലെ ഇലന്തറിൽ ജനിച്ച വിംലേഷ് കൗർ വധാവൻ എന്ന വിമിയാണ് ബഹുഭൂരിപക്ഷം സിനിമാ ആസ്വാദകരും മറന്നിരിക്കാനിടയുള്ള ഒരു ഹതഭാഗ്യ. വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ശിവ അഗർവാൾ എന്ന കാമുകനോടൊപ്പം ജീവിതം ആരംഭിച്ച വിമി അദ്ദേഹത്തിനോടൊപ്പം കൽക്കത്തയിൽ ജീവിക്കുന്ന കാലത്താണ് സംഗീത സംവിധായകൻ രവിയെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിലൂടെ മുംബൈയിലെത്തി പ്രശസ്ത സംവിധായകൻ BR ചോപ്രയെ കാണുന്നതും. ബുദ്ധിമതിയും വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവളുമാണ് തന്റെ പുതിയ നായിക എന്ന മുഖവരയോടെയാണ് BR ചോപ്ര ഹംഹാസ് എന്ന തന്റെ ചിത്രത്തിലെ പുതിയ നായികയെ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. സുനിൽ ദത്ത് നായകനായ ചിത്രം വിജയം നേടിയെങ്കിലും പിന്നീട് ഒരിക്കലും ചോപ്ര തന്റെ സിനിമകളിലേക്ക് വിമിയെ ക്ഷണിച്ചില്ല. പാലി ഹിൽ ബംഗ്ലാവിൽ താമസം, ഗോൾഡ് ക്ലബും മെമ്പറായ വിമിയും ഭർത്താവും ലക്ഷറി കാറുകളിൽ കൂടുതൽ ഹരം കണ്ടെത്തി. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിത്രങ്ങൾ നേരിട്ട പരാജയം വിമിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാഴ്ത്തി. അഭിനയത്തിന്റെ ഭാവി തുലാസിലായ നടി മാസികകൾക്ക് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടുകളും പൊതുപരിപാടികളും കൂടുതലായി ചെയ്യാനും ആരംഭിച്ചു. 1968 സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എന്ന മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഭർത്താവ് സിനിമാ നിർമ്മാതാകാൻ പോകുന്നു എന്ന് വിമി പ്രസ്താവിച്ചിരുന്നു. എങ്കിലും അത് നടന്നില്ല എന്ന് മാത്രമല്ല, ദമ്പതികൾ അധികം വൈകാതെ വേർപിരിയുകയും ചെയ്തു. വെറും 10 സിനിമകൾ പൂർത്തിയാക്കുമ്പോഴേക്കും ഇൻഡസ്ട്രിയിൽ വിമിക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. വിമിയുടെ ദൂർത്ത് നിറഞ്ഞ ജീവിതവും കടങ്ങളും ദരിദ്രയായ നടി എന്നൊരു ദുഷ്പേര് നേടിക്കൊടുത്തിരുന്നു എന്നും വിമിയെ സംവിധായകൻ തഴയുന്നതിന് കാരണമായി എന്നും വാർത്തകളുണ്ട്. 7 വർഷങ്ങൾ നീണ്ട കരിയറിൽ വെറും 10 ചിത്രങ്ങളിൽ മാത്രമാണ് വിമി അഭിനയിച്ചത്. കടങ്ങൾ വീട്ടാനായി കൊൽക്കത്തയിൽ ഒരു തുണിക്കട വിമി ആരംഭിച്ചിരുന്നു. എങ്കിലും ബിസിനസ് നഷ്ടത്തിലായതോടെ സ്ഥാപനം വിൽക്കേണ്ടി വന്നു. തുടർച്ചയായി ഉണ്ടായ വീഴ്ചകൾ സഹിക്കവയ്യാതെ മദ്യത്തിൽ അഭയം പ്രാപിച്ച നടി ഒരു ചലച്ചിത്ര വിതരണക്കാരൻ കൂടെ കൂടിയെങ്കിലും അയാൾ നടിയെ ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ ആരംഭിച്ചു. വില കുറഞ്ഞ മദ്യം അമിതമായ അളവിൽ ഉപയോഗിക്കുക വഴി കടുത്ത കരൾ രോഗത്തിന് അടിമപ്പെട്ട വിമി 1977 മുംബൈ നാനാവതി ആശുപത്രിയിലെ ജനറൽ വാർഡിൽ അനാഥയെപ്പോലെ മരിച്ചു. മരണാന്തര ക്രിയകൾ നടത്താൻ പോലും ആരുമില്ലാതിരുന്ന വിമിയുടെ മൃതദേഹം ഒരു തള്ളുവണ്ടിയിൽ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ബന്ധുക്കളോ സിനിമാ മേഖലയിൽ നിന്നുള്ളവരോ ആരുമില്ലാതെ അനാഥയായി മരിക്കാനായിരുന്നു ഹതഭാഗ്യയായ ആ സുന്ദരിയുടെ വിധി.